ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ. അങ്ങനെ നമ്മൾ മാർക്കോ ബാംഗ്ലൂർ വെച്ചിട്ട് ഇപ്പോൾ മാറ്റ്നി ഷോ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. ഫുൾ ഹൗസ് ആയിരുന്നു. അതായത് നമുക്കറിയാം രാവിലെ തൊട്ട് സംഭവത്തിന് നല്ലൊരു റെസ്പോൺസ് വന്നു കഴിഞ്ഞു. അതായത് ഇത് കംപ്ലീറ്റ്ലി വയലൻറ്റ് മൂവിയാണ്, റേറ്റഡ് മൂവിയാണ്, 18+ മൂവിയാണ്. ഇതൊന്നും ഇവർ മറച്ചു വെച്ചിട്ടില്ല. അങ്ങനെ തന്നെയാണ് ഈ സിനിമ മാർക്കറ്റ് ചെയ്തതും. അത് 100% സത്യമാണ്. മാർക്കോ കൊളുത്തി. മലയാളത്തിൽ, അതായത് ഇന്ത്യൻ സിനിമയിൽ ഞാൻ ഇതുപോലുള്ളൊരു സിനിമ കണ്ടിട്ടില്ല. അത് ജസ്റ്റ് വയലൻസും കുറേ വെട്ടും കുത്തൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം പ്രതീക്ഷിച്ചത്. എത്രത്തോളം ഉണ്ടാവും വയലൻസ്, എത്രത്തോളം വെടിവെപ്പ്, ഇതൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതിനൊന്നും എന്നെ ഒരിക്കലും ഷെയ്ക്കണപ്പാക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച കാര്യങ്ങളുടെ അപ്പുറത്ത് സത്യം പറഞ്ഞാൽ ഇതുപോലുള്ളൊരു കൊമേഴ്ഷ്യൽ സിനിമയിൽ ഈവൻ ഹോളിവുഡിൽ കൂടി അങ്ങനത്തെ ഒന്നും ഗ്രാഫിക് സീൻസ് ഞാൻ കണ്ടിട്ടില്ല. അത്തരത്തിലുള്ള ഗ്രാഫിക് സീൻസ് ഇതിലുണ്ട്. ഇത് ഫസ്റ്റ് ഡേ ആണ്. ഇതിപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ സംഭവം കാണുകയും ഞെട്ടുകയും ഷോക്കാവുകയും ഇത്രത്തോളം കാണിച്ചോ ഇവർ എന്നുള്ള അത്ഭുതമൊക്കെ എന്തായാലും ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പോൾ ഇനി ചിലപ്പോൾ നാളെ തൊട്ട് ഈ സീൻസൊക്കെ ചിലപ്പോൾ കട്ട് ചെയ്ത് പോയാൽ തന്നെ നമുക്കിപ്പോൾ എന്താ പറയുക, അതിശയപ്പെടാനൊന്നുമില്ല. ചിലപ്പോൾ അങ്ങനെയും സംഭവിച്ചു എന്ന് വരാം. അപ്പോൾ കാണേണ്ട ആൾക്കാർ ഈ ഒറിജിനൽ ഫോമിൽ കാണണമെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് ഇരുന്നിട്ട് കാണുന്നതാണ് നല്ലത്. പിന്നെ ദിസ് മൂവി ഈസ് നോട്ട് ഫോർ ദ വീക്ക് ഹാർട്ടഡ്. എക്സ്ട്രീം ഗോർ, എക്സ്ട്രീം വയലൻസ്, ബ്ലഡ് ഷെഡ്, ബ്ലഡി സിക്ക്, ഇങ്ങനത്തെ ടാഗ് ലൈൻസ് ഒക്കെ ഉള്ള സിനിമകൾ കാണാൻ താല്പര്യമുള്ള ആൾക്കാർ ഈ സിനിമ കണ്ടാൽ മതി. ഈ സിനിമ ഒരിക്കലും ഒരു മലയാളം സിനിമ അല്ലെങ്കിൽ ഞാൻ ഈ സിനിമ കാണാൻ പോവില്ലായിരുന്നു. ഈ സിനിമ കാണാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ മലയാളം സിനിമ ആയതുകൊണ്ടാണ്. മലയാളത്തിൽ കൊണ്ടുവരുന്ന ഓരോ പ്രൊഡക്ട്സിൻ്റെയും വിശ്വാസം ആസ് എ പ്രേക്ഷകൻ ഉള്ളത് കൊണ്ടാണ്. കാരണം ഈ ഒരു ഒറ്റ ഇയർ എടുത്ത് നോക്കിയാൽ മതി എന്തൊക്കെ തരത്തിലുള്ള സിനിമ മലയാളം ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനുള്ള പ്രേക്ഷകരുടെ മുമ്പിലേക്ക് തുറന്ന് കാണിച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഇതിൽ ഈ സിനിമ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര സ്റ്റോറിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമല്ല. ഇതിൻ്റെ ഒരു ഫിലിം മേക്കിംഗ് സ്റ്റൈലുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സിൻ സിറ്റി എന്നൊക്കെ പറഞ്ഞൊരു സിനിമയാണ് 2007 ഇറങ്ങിയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതിലുള്ള ക്യാരക്ടേഴ്സും സംഭവങ്ങൾ സംസാരിക്കുന്ന രീതി അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷം ഒന്നും നമ്മൾ മലയാളികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ പരിസരത്തോ ഒന്നും കാണുന്ന തരത്തിലുള്ള അറ്റ്മോസ്ഫിയറും സംഭാഷണ രീതിയും ഒന്നുമല്ല പ്രേക്ഷകർ അല്ലെങ്കിൽ ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതൊക്കെ. നമ്മൾ ഈ സിനിമ എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൽ പുറത്തുനിന്നുള്ള ക്യാരക്ടേഴ്സ് തന്നെ വളരെ കുറവാണ്. അതായത് ഇവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിൽ ഫുൾ ഓൺ ഈ സർക്കിളിൽ നിൽക്കുന്നത്. ഇതിൽ പാലിച്ചിരിക്കുന്ന കളർ ടോൺ അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു കൈൻഡ് ഓഫ് രീതിയിലുള്ള കോസ്റ്റ്യൂംസ് എല്ലാം നോക്കിയാൽ മതി. എല്ലാത്തിനും ഒരു സിങ്ക് ഉണ്ട്. ആ ഒരു തരത്തിലുള്ള ഒരു വ്യത്യസ്ത രീതിയിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു കളർ ടോണൊക്കെ എല്ലാം പാലിച്ചുകൊണ്ടാണ് ഈ സിനിമ പോയിരിക്കുന്നത്. അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ആക്ടിങ്ങിൻ്റെ മുഹൂർത്തം കാണിച്ചിട്ടുള്ള ഒരു സിനിമയല്ല, ബ്ലഡി വയലൻസ് കാണിച്ചിട്ടുള്ള സിനിമയാണ്. ഞാൻ വിചാരിച്ച ഫസ്റ്റ് ഹാഫ് ഓക്കെ വയലൻസ് ഉണ്ടായിരുന്നു. വയലൻസ് മാർക്കോ എന്നുള്ള കഥാപാത്രത്തിനെ പരിചയപ്പെട്ട തൊട്ടിട്ട് തന്നെ വയലൻസ് ഉണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫാണ് ഈ സിനിമയുടെ ഗ്രാഫ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉയർത്തിയത്. ദിസ് മൂവി ഈസ് സംതിങ് യുണീക്ക് എന്ന് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് തോന്നിയത് സെക്കൻഡ് ഹാഫ് കണ്ടു കഴിഞ്ഞപ്പോഴാണ്. ഫസ്റ്റ് ഹാഫിൽ ഞാൻ അങ്ങനെ ഹെവിലി ഇംപ്രസ്ഡ് ഒന്നും അല്ല. കാരണം അതിൽ കുറേ സംഭവങ്ങളൊക്കെ വന്നതുകൊണ്ട്. പിന്നെ ആക്ടിങ്ങിൽ ഞാൻ ഭയങ്കരമായിട്ടൊന്നും ഇതിൽ ആക്ടിങ് അല്ലെങ്കിൽ സ്റ്റോറി അങ്ങനത്തെ ഒന്നും ഭയങ്കര സംഭവങ്ങളൊന്നും അങ്ങനത്തെ രീതിയിലില്ല എന്ന് ഈ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം. പക്ഷേ ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്ന രീതി, മാർക്കോന് മുന്നേ ഉള്ള സിനിമ, മാർക്കോന് ശേഷം എന്നേ ഇനി പറയൂ. കാരണം ഇതിനെ കോപ്പി ചെയ്ത് ഒരു സിനിമയും ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ തന്നെ പശ്ചാത്തലം എല്ലാം തന്നെ ഒരു വളരെ വ്യത്യസ്തമായിട്ട് മലയാളികൾക്ക് ഒട്ടും സുപരിചിതമല്ലാത്ത രീതിയിലുള്ള അന്തരീക്ഷവും ആൾക്കാരുടെ ഡയലോഗ്സും ഈവൻ കോസ്റ്റ്യൂംസും എല്ലാമാണ്. അപ്പം ഇതേ ഒരു ഫോർമാറ്റിൽ ഇനി വേറൊരു സിനിമ തന്നെ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഇത് മാർക്കോൻ്റെ കോപ്പി അടിച്ചുണ്ടാക്കിയതാണെന്നേ പറയൂ. ആ രീതിയിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് വൺ ഓഫ് എ കൈൻഡ് മൂവി. ഇത് മാർക്കോ ആണ്. മാർക്കോ മാത്രമേ ഇങ്ങനെയുള്ളൂ. ഇന്ത്യൻ സിനിമയിൽ എന്തായാലും ഇങ്ങനൊരു സംഭവം അറിഞ്ഞിട്ടില്ല. പലരും പറയുന്ന കേട്ടിട്ടായിരുന്നു കിൽ മൂവി എനിക്ക് അടുത്ത് ഇറങ്ങിയത്. ഞാനിത് OTT വന്നതിന് ശേഷം കണ്ടതായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഐ വാസ് നോട്ട് ദാറ്റ് ഇംപ്രസ്ഡ് ബൈ ദാറ്റ്. അതിലെല്ലാം ഉണ്ട്, വയലൻസ് ഉണ്ട്, ഹിറ്റിംഗ് ഉണ്ട്, ഫൈറ്റ്സ് ഉണ്ട്, സംഭവങ്ങളുണ്ട്. പക്ഷെ ദിസ് ഇസ് സംതിങ് എൽസ്. എന്ത് രീതിയിലാണെങ്കിലുള്ള ഓരോ സംഭവങ്ങൾ അത് സെക്കൻഡ് ഹാഫ് കണ്ട ആൾക്കാർക്ക് കത്തും. ഉണ്ടെങ്കിൽ
അവർക്ക് ആ കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഫീല്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ ഇന്റർനാഷണൽ ഹോളിവുഡ് മൂവീസിൽ വരെ കാണാൻ സാധ്യത കുറവാണ്. അതായത് ഇങ്ങനത്തെ ഒരു കമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഫൈറ്റ്സ് ഇതായിട്ടുള്ള ഒരു സംഭവത്തിൽ മാർക്കോ ഒരു ഒറ്റയാൾ പോരാട്ടമാണ് നടത്തിയത്. ജോൺ വിക്ക് ഹോളിവുഡിലുള്ളതുപോലെ മലയാളത്തിന് ഉള്ള ഒരു ക്യാരക്ടറാണ് ഈ മാർക്കോ. മാർക്കോന് ഇനി സെക്കൻഡ് പാർട്ടായിട്ടും വേണമെങ്കിൽ വരാം. ആ ഒരു സംഭവം മാർക്കോ ഇട്ട് വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി സംഭവങ്ങളെല്ലാം ഒരു ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ ആ ഉണ്ണി മുകുന്ദന് ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റും. അതും വലിയൊരു സംഭവമാണ്. ഇപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ മലയാളത്തിൽ ഇങ്ങനെ എന്തൊക്കെ വന്ന് ആവതില്ലാത്ത ആരെങ്കിലും കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളും ഒട്ടും കൺവിൻസിങ് ആവില്ല. ഇത് ഉണ്ണി മുകുന്ദൻ്റെ ഫിസിക്കും ആ രീതിയും ആ ഒരു സംഭവമൊക്കെ ഇട്ട് വരുമ്പോൾ വി ആർ കൺവിൻസ്ഡ് അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടാവുക. ഇതെല്ലാം ഫേക്കാണെന്ന് നമുക്കറിയാം. ഇങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല, ഇങ്ങനെയൊന്നും ഉണ്ടാവുമോ ഒന്നും ഇല്ലായിരിക്കും. പക്ഷെ എന്തോ പുള്ളി ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഫൈറ്റ്സും കാര്യങ്ങളെല്ലാം ആ ഒരു ഇൻറ്റൻസിറ്റി ഇമ്പാക്റ്റ് നമുക്ക് തോന്നും. എല്ലാത്തിൻ്റെയും മുകളിൽ ഇതിൻ്റെ വയലൻസ് ഗോർ എലമെൻ്റ് ആണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. അത് അങ്ങ് തന്നിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഡേ കാണേണ്ട അവർക്ക് ഏറ്റവും അടുത്ത് തന്നെ കാണാം. ഇത് സിനിമ കാണാൻ താല്പര്യമുള്ള, കാരണം ചിലപ്പോൾ നമുക്ക് ഈ സീൻസ് തന്നെ ചിലപ്പോൾ പോയിന്ന് വരാം. അമ്മാതിരി ഹെവി ലെവലിലാണ് സാധനങ്ങളുള്ളത്. ശരിക്കും എന്നെ ഷോക്കാക്കാൻ പറ്റുന്ന ഒന്നും ഇല്ല എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ സർപ്രൈസിംഗ്ലി ഇതിൽ കാണിച്ചിരിക്കുന്ന ഓരോ സംഭവങ്ങൾ എന്നെ ഷോക്ക്ഡ് ആക്കിയിട്ടുണ്ട്. കാരണം ഇതൊക്കെ കൊണ്ടുവന്ന് വെക്കുമോ എന്നുള്ള രീതിയിലായിപ്പോയി. ആ ലെവലിലായിരുന്നു മാർക്കോ സിനിമയുടെ ഒരു എക്സ്പീരിയൻസ്. ബാംഗ്ലൂരിൽ ഫുൾ ഹൗസോട് കൂടിയിട്ടാണ് സിനിമ കണ്ടത്. എന്തായാലും നാളെയും സംഭവങ്ങളെല്ലാം ഫുൾ ഓൺ ബുക്കിംഗ് ആയിരിക്കും. കാരണം ഓൾറെഡി ഭയങ്കര റെസ്പോൺസും കാര്യങ്ങളെല്ലാം വന്നതുകൊണ്ട്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് സിനിമയെ കൊണ്ട് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ഓൺ ബിലോ. സെൻസിബിൾ ആയിട്ടുള്ള ഫിലിംസിൻ്റെ ക്രിട്ടിക്കൽ അനാലിസിസ് ആൻഡ് റിവ്യൂ കേൾക്കണമെങ്കിൽ യു ക്യാൻ സബ്സ്ക്രൈബ് ടു ദ ചാനൽ. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.